Okay, please, we can start. ഈ പ്രേയർ ആരാ റെഡി ആയിട്ടുള്ളത്? യെസ്. ഞാൻ prayer ചൊല്ലാം. Oh Lord, in all I do today, remind me that there's just one way to do things. That's I do best, to put my mind and heart at rest. And that's to put in your great hands my life that you alone have planned. Thank you, God. Good afternoon, ma'am. Good afternoon, everyone. Okay. Okay, once again, good afternoon to all. അപ്പോൾ പ്രേയർ മാത്രമേ ഉള്ളൂ, ഇനി എന്തെങ്കിലും ഉണ്ടോ? Anything you want to share? Anything, please? Every sunrise brings a new opportunity to shine better than before, brighter than before. Thank you. സോ നമ്മൾ പ്രിപ്പയർഡ് എൻവയോൺമെന്റിലായിരുന്നില്ലേ? യെസ്, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും മെറ്റീരിയൽസ് എവിടെ വരെയായി? മാം ഇനി എടുക്കേണ്ടത് ക്വാളിറ്റീസ് ഓഫ് എ മോണ്ടിസോറി ടീച്ചർ എന്നുള്ളതാണ് എടുക്കുന്നത്. ഇനി അതല്ലേ ആരും മിണ്ടാതിരിക്കുന്നുണ്ട്, എനിക്കൊരു കൺഫ്യൂഷൻ. ഇല്ലില്ല, അത് ഇന്നലല്ലേ ക്ലാസ് ഉണ്ടായിരുന്നേ. യെസ്. ക്വാളിറ്റീസ് ഓഫ് എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ അല്ലെ? നിങ്ങൾ പറയൂ, എന്തൊക്കെ വേണം ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ? എങ്ങനെയായിരിക്കും? നല്ല പേഷ്യൻസ്. ഒരു മിനിറ്റ്, അവനവനോട് തന്നെ ചോദിച്ചിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ എങ്ങനെയായിരിക്കണം എന്ന് ഓർത്ത് പറയാം. ഞാൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഞാൻ എങ്ങനെയായിരിക്കണം ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്നുള്ള നിലയിൽ? നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ടോർച്ച് അടിക്കുവാണേ, നമ്മുടെ ക്വാളിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കുക. എപ്പോഴും പുറത്തേക്ക് ടോർച്ച് അടിച്ചല്ലേ നമുക്ക് ചെയ്യലുള്ളൂ. ഉള്ള ഒരാളായിരിക്കണം ടീച്ചർ. ഓക്കെ, ഫൈൻ. ഏത് പ്രായത്തിലുള്ള കുട്ടികളാണ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്? 3 to 6 years. 3 to 6 years. യെസ്. ഓക്കെ, സോ 3 to 6 ഇയേഴ്സിലുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ എന്തൊക്കെ ക്വാളിറ്റി നമുക്ക് വേണം? അയ്യോ, ചെറിയ പിള്ളേരല്ലേ, അവരെ ഹാൻഡിൽ ചെയ്യാൻ ഇത്ര ക്വാളിറ്റി വേണം എന്നൊരു തോന്നുന്നുണ്ടോ? പേഷ്യൻസ് വേണം, സമാധാനം, നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം, പിള്ളേരുടെ മനസ്സായിരിക്കണം ആദ്യമേ നമുക്ക്, എന്നാലേ അവരുടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഇന്നർ ചൈൽഡ് സമയത്തേക്ക്. ഓക്കെ, ഫൈൻ. സോ നമുക്ക് ഇവിടെ എന്താണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ ആ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററിനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത്? എന്താണ് ക്വാളിറ്റീസ്? ഇത് ശരിക്കും വൈഡാണ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. അത് ആ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയിരിക്കുമ്പോൾ മാത്രം എന്നല്ല, ത്രൂ ഔട്ട് അവരുടെ ലൈഫിൽ ആ ഒരു ചേഞ്ചസ് തന്നെ വരും. വൺസ് മോണ്ടിസോറി മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുട്ടികളുടെ കൂടെ ചേരുമ്പോൾ, ഇപ്പൊ നമ്മൾ മോണ്ടിസോറി ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കൂടെ ചേരുമ്പോൾ നമ്മൾക്ക് ഭയങ്കര വ്യത്യാസം വരും അല്ലെ? അതുപോലെ തന്നെ
ആളുകൾ പ്രായമായി കഴിയുമ്പോൾ കുട്ടികളുടെ മനസ്സാന്ന് പറയും. അപ്പൊ പ്രായമായ ആൾക്കാരോട് കുറെ നേരം സംസാരിക്കുമ്പോഴേക്കും അപ്പോഴും നമ്മൾക്ക് ഭയങ്കര ഒരു ചേഞ്ചസ് ആണ് അല്ലെ. പിയർ ഗ്രൂപ്പിന്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ സമപ്രായക്കാരുടെ അല്ലെങ്കിൽ നമ്മളുടെ അവിടെ നമ്മളപ്പോ വേറെ കുറെ കാറ്റഗറൈസ് ചെയ്യും. നമ്മുടെ സമപ്രായക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ പിയർ ഗ്രൂപ്പ്, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വൈബ്, നമ്മുടെ ഒരു ഫ്രീക്വൻസി വേണം അല്ലെ, ഒരു വേവ് ലെങ്ത്, അല്ലെങ്കിൽ അതൊരു ആ ഒരു പൾസ് ഫീൽ ചെയ്യണം. അങ്ങനെയൊക്കെ പറഞ്ഞാണ് അവിടെ നമ്മളുടെ സെലക്ഷൻ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് സെലക്ഷൻ ഇല്ല. ഇവിടെ നമ്മുടെ മുന്നിൽ വരുന്നവരെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യണം. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ വി ഹാവ് ദ ഫ്രീഡം ടു ചൂസ്. നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാരെയും ആ കുഞ്ഞുങ്ങളുടെ സ്ഥാനത്ത് നിന്ന് അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി എല്ലാരെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് വരണം. ഓക്കെ, അല്ലാണ്ട് അവിടെ പാർഷ്യാലിറ്റി, ചൂസ്, അതൊന്നും അവിടെ സ്ഥാനമില്ല. എല്ലാ കുഞ്ഞുങ്ങളും അവരെല്ലാം യുണീക്കാണ്. ആ ഒരു രീതിയിൽ തന്നെ അവരെ കാണണം. ഓക്കെ ഫൈൻ. സോ ഇതാരാ ഒന്ന് റീഡ് ചെയ്യുക. ക്വാളിറ്റീസ് ഓഫ് എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ഇന്ന് റീഡ് ചെയ്യുമ്പോഴേക്കും ഞാൻ എന്റെ നോട്ടൊന്നും എടുക്കട്ടെ. ഇവിടെ വരെ റീഡ് ചെയ്യണമെന്ന് ഞാൻ പറയാട്ടോ. ഫസ്റ്റ് 3 പാരഗ്രാഫ്സ്. ആ ഒരു സ്പിരിറ്റ്, യെസ്, ഈ സ്പിരിറ്റ് എന്ന് പറഞ്ഞ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പോർഷൻ ഇല്ലേ, ഇവിടം വരെ വൺ ഓഫ് ദ മോസ്റ്റ് തുടങ്ങിയിട്ട് ഞാൻ വായിക്കാം. Qualities of a Montessori teacher. One of the most notable difference between Montessori teacher and traditional teachers in the gigantic, അങ്ങനെയാണോ മാം പ്രൊനൗൺസിയേഷൻ? വലിയ എന്നുള്ള gigantic. Trust Montessori teachers place in the development abilities of the children. It takes a vast amount of faith to follow the child. It is so much easier to say to the children, follow where I lead and no one will get lost. Nonetheless, with careful observation and planning, Montessori teachers remain continually alert to the direction each child's heading and actively work to help them prevail. The teacher must be a growing person. She must be involved in the process of becoming a person who has a pragmatic knowledge of self and be able to reflect objectively on one's own capabilities and behavior. The development of self-knowledge is the first step towards becoming a good Montessori teacher. The real preparation for education is the study of oneself. The training of the teacher is to help. Life is something far more than the learning of ideas. It includes the training of character. It is preparation of the spirit. So, qualities of Montessori facilitator. ക്വാളിറ്റീസ് ഓഫ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ട്രഡീഷണൽ ടീച്ചേഴ്സിനെയും മോണ്ടിസോറി ടീച്ചേഴ്സിനെയും നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രഡീഷണൽ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും നമ്മൾ കമ്പയർ ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു. ബട്ട് അത് എല്ലാ ട്രഡീഷണൽ ടീച്ചേഴ്സും അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളിവിടെ ജനറലി പറഞ്ഞേ ഉള്ളൂ. ബട്ട് ഇപ്പോഴുള്ള മിക്ക ടീച്ചേഴ്സും ഏറെക്കുറെ ടീച്ചേഴ്സ് എല്ലാം, ഇപ്പോഴെന്നല്ല പണ്ടും കുറെ ടീച്ചേഴ്സിന് ആ ഒരു എന്താ പറയുക, എംപത്തറ്റിക്, കമ്പാഷനേറ്റ്, അഫെക്ഷൻ, അതൊക്കെ നിറയുണ്ട്. പിന്നെ അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു ക്ലാസ് റൂമിൽ പലതും ലിമിറ്റഡ് ആണ്. അപ്പൊ അവർക്ക് പലപ്പോഴും ഫോഴ്സ്ഫുള്ളി ട്രഡീഷണൽ വേയിൽ പോകേണ്ടതായി വരും. അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. ബട്ട് അങ്ങനെ അല്ലാതെ സാധാരണ രീതിയിൽ, കൺവെൻഷൻ രീതിയിൽ പഠിപ്പിച്ചു പോകുന്ന ടീച്ചർമാരും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പൊ ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുക. ഓരോ കുട്ടിയെയും ഇൻഡിവിജ്വലി മനസ്സിലാക്കി അവരുടെ എബിലിറ്റീസ്, അവരുടെ ബിഹേവിയർ മനസ്സിലാക്കി, അവരുടെ എബിലിറ്റീസ് എന്താണ്, അവർക്കുള്ള പൊട്ടൻഷ്യൽ, അവരെന്തിനാണ് കേപ്പബിൾ, അത് മനസ്സിലാക്കി അവരെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ റോളാണ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ.
അപ്പോൾ അതിന് ആ കുട്ടിയെ ഫോളോ ചെയ്യണം. ആ ഒരു വിശ്വാസം, ആ ഒരു ട്രസ്റ്റ്, ആ ഒരു ഫെയ്ത്ത് ഫോം ചെയ്യണം. ആ കുട്ടിയിലെ ഒരു കോൺഫിഡൻസ്, അവനത് ചെയ്യും, ഹി ക്യാൻ ഡു ദാറ്റ് അല്ലെങ്കിൽ ഷീ ക്യാൻ ഡു ദാറ്റ്. ആ രീതിയിൽ ഇവരുടെ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ പലപ്പോഴും മോണ്ടിസോറി എൻവയോൺമെന്റിൽ കാണുന്നത് നമ്മൾ പറയുന്നു വി ഹാവ് ടു ഷോ ദം, നോട്ട് ടീച്ച് ദം. അവരെ ഇരുത്തി പഠിപ്പിക്കുക എന്നുള്ളതല്ല, ജസ്റ്റ് ഷോ ദം, ദേ വിൽ ഫോളോ യു. ആ ഒരു മെത്തേഡാണ് അറിയാം മോണ്ടിസോറി പറയുന്നത്. അതാണ്. അപ്പൊ അത് കുട്ടികൾക്ക് ആ ഒരു കോൺഫിഡൻസ് വരുവാണ്. അവരവരുടെ ആ ഒരു ഫെസിലിറ്റേറ്ററിനെ ഫോളോ ചെയ്യുമ്പോൾ ദേ വോണ്ട് ഗെറ്റ് ലോസ്റ്റ്. അവർക്ക് നഷ്ടങ്ങളൊന്നും സംഭവിക്കില്ല, അവര് വേറെ വഴിക്ക് പോകില്ല. ആ ഒരു ഗൈഡൻസ്, ആ ഒരു പ്രോപ്പർ ഗൈഡൻസ് അവിടെ കിട്ടുന്നു. പിന്നെ കെയർഫുൾ ഒബ്സർവേഷനും പ്ലാനിങ്ങും. ഒരു കുട്ടിയെ ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ ആ കറക്റ്റ് ഇനി അടുത്ത ആ കുട്ടിക്ക് എന്ത് ആക്ടിവിറ്റീസ് കൊടുക്കണം, ആ കുട്ടിയിൽ എന്തെല്ലാം ഇന്റർവെൻഷൻസ് നടത്തണം. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നത് എക്സാം കണ്ടക്ട് ചെയ്യുന്നില്ല, അതുപോലെ ടെസ്റ്റ് പേപ്പറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, അസൈൻമെന്റ്സോ ആക്ടിവിറ്റിയോ പ്രോജക്റ്റ് വർക്കോ ഒന്നും കുട്ടികൾക്ക് കൊടുക്കുന്നില്ലല്ലോ. ഇവരെ ഒബ്സർവ് ചെയ്തിട്ടാണ് അവരുടെ പ്രോഗ്രസ് ഐഡന്റിഫൈ ചെയ്യുന്നതും ഇനി എന്ത് അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് പറ്റണം. അവരെപ്പോഴും അലേർട്ട് ആയിരിക്കണം. ഓരോ കുട്ടിയും ഡയറക്റ്റ് ചെയ്യണം, ഗൈഡ് ചെയ്യണം ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവരെ ഹെൽപ്പ് ചെയ്യാം, മീൻസ് അവരെ ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ അവർക്ക് ഫ്രീ ആയിട്ട് അവരെ വിടുന്നു. അവർക്ക് കുട്ടി ഇൻഡിക്കേഷൻ കൊടുക്കുവാണ് എനിക്ക് ഇതിനകത്ത് സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ കുട്ടി ചോദിക്കുക ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഇന്റർവെൻഷൻ ചെയ്യേണ്ടത്. പിന്നെ ഒരു ഗ്രോയിങ് പേഴ്സൺ ആയിരിക്കണം, അപ്ഡേറ്റഡ് ആയിരിക്കണം ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എല്ലാ കാര്യങ്ങളെയും കുറിച്ചും. പിന്നെ അവർക്കൊരു പ്രാഗ്മാറ്റിക് നോളജ്, അതായത് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടായിരിക്കണം അബൌട്ട് ഓൾ ദ തിങ്സ്, അബൌട്ട് സെൽഫ്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഒരു പ്രാഗ്മാറ്റിക് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ജക്ട് സ്റ്റഡി അല്ല, എന്തെങ്കിലുമൊക്കെ ബുക്കിലുള്ളത് വായിക്കുക അങ്ങനെയല്ല. ഇത് വൈഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്റ്റഡി ഓഫ് വൺ സെൽഫ്, എനിക്ക് എന്താണ് കേപ്പബിലിറ്റി അത് മനസ്സിലാക്കുക എന്നുള്ളതും കൂടിയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ലൈഫ് ലേണിംഗ് പ്രോസസ്സിലൂടെയാണ് ഈ ഫെസിലിറ്റേറ്ററും കുട്ടികളും കൂടെ പോകുന്നത്. അല്ലാതെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റിനെ റിലേറ്റ് ചെയ്തിട്ടില്ല. അവരെല്ലാം കണക്ട് ചെയ്ത് എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് ആ ഒരു ജേർണി, ആ ഒരു ലൈഫ് ലേണിംഗ് പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അവിടെ ക്യാരക്ടറിന്റെ ഒരു ട്രെയിനിങ്, അതായത് ക്യാരക്ടർ, ബിഹേവിയർ, അതെല്ലാം നല്ല രീതിയിൽ ഒരു ഡെവലപ്മെന്റും കൂടെ നടക്കുന്നുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡിന്റെ ഡെവലപ്മെന്റ്. കാരണം നമ്മൾക്ക് ഒരു കാര്യം ചെയ്യണം നമ്മൾ വിചാരിച്ചാൽ നമ്മളുടെ കൈയും കാലും മാത്രം അനങ്ങിയാൽ പോരല്ലോ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മൈൻഡ് സെറ്റും കൂടെ അതിന് റെഡിയാകണം. സോ പ്രിപ്പറേഷൻ ഓഫ് ദ സ്പിരിറ്റ്, ആ രീതിയിൽ നമ്മുടെ മൈൻഡ് റെഡിയാകുന്നതും കൂടിയാണ് ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും റീഡ് ചെയ്തോളൂ. ആരോ ഇതിനിടയ്ക്ക് റീഡ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. Montessori felt that a good Montessori teacher must always comprehend his or her relation with the children. She needed to understand what it is that stand in the way between an adult and a child. The adult has become egocentric in relation to the child, not egoistic but egocentric. Thus, he considered everything from the standpoint of its reference to himself and so misunderstands the child. It is this point of view that leads to consideration of the child as an inert and incapable being for whom everything must be done as a being without. Finally, the adult act as though he were the child's creator and consider good and evil in the child's action from the standpoint of relation to himself, and in adopting such an attitude, which unconsciously cancels the child personality, the adult feels a
conviction of zeal, love, and sacrifice. Thank you, Miss. ഓക്കെ, കുട്ടികളുമായിട്ട് കണക്ട് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ മറിയ മോണ്ടിസോറി പറയുന്നത് മോണ്ടിസോറി ടീച്ചർ എപ്പോഴും ആ അതുമായിട്ട് കോമ്പാറ്റബിൾ, അത് മനസ്സിലാക്കണം. എന്താണ് അതായത് ഇപ്പോ കുട്ടിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അതാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ ഒരു സാധാരണ ഒരു അഡൾട്ട് ആണെങ്കിൽ, അത് മേ ബി കുട്ടിയുടെ പാരന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കെയർ ഗീവർ ആയിരിക്കാം, അങ്ങനെ ആര് വേണമെങ്കിലും ആവാം. അങ്ങനെ ഒരു അഡൾട്ട് ആണെങ്കിൽ അയാൾ എപ്പോഴും സെൽഫ് സെന്റേർഡ് ആയിരിക്കും. അതായത് അയാളെ റെഫറൻസ് വെച്ചിട്ടായിരിക്കും കാര്യങ്ങൾ വിചാരിക്കുന്നത്. കുട്ടിയുമായിട്ട് കണക്ട് ചെയ്ത് ഒന്നും കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവില് പലപ്പോഴും ചിന്തിക്കാറില്ല. സാധാരണ രീതിയിലുള്ള ഒരു തോട്ട് ആറ്റിറ്റ്യൂഡുള്ള ഒരു അഡൽട്ട് എന്ന് പറയുന്നത് എവറിത്തിങ് എല്ലാം അയാളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില്, ലൈക്ക് ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം ഫില്ല് ചെയ്യുന്നു, അയാൾ എപ്പോഴും അയാളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കും. കുട്ടി ചെയ്യുമ്പോൾ അത് സ്പിൽ ഔട്ട് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കോൾഡ് ചെയ്യും, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് കുട്ടിയുടെ സ്റ്റാൻഡ് പോയിന്റിൽ പലപ്പോഴും നോർമലി സാധാരണ ഒരു അഡൽട്ട് ചിന്തിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് കുട്ടിയുടെ കേപ്പബിലിറ്റി, കുട്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അങ്ങനെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാക്കണമെന്നില്ല. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കുട്ടിയുടെ പേഴ്സണാലിറ്റിയെ പലപ്പോഴും ബാധിക്കും, നെഗറ്റീവായിട്ട് ബാധിക്കും. അഡൽട്ടിന് എപ്പോഴും ഒരു സ്ട്രോങ് ബിലീഫ്, ഒരു കൺവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ബിലീഫ്, സീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഈഗർനെസ്, ഒരാകാംക്ഷ, ആ ഫീലിംഗ്, ലവ്, സാക്രിഫൈസ്. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ സാധാരണ വീടുകളിൽ കുട്ടികളെ ഡീൽ ചെയ്യുന്ന സമയത്ത് അഡൽട്ടിന്റെ അവരുടെ ഒരു കാഴ്ചപ്പാടുണ്ടാവും. അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു കാഴ്ചപ്പാടുണ്ടാവും. കുട്ടി ആ രീതിയിൽ തന്നെ പോകണം, അവര് വരയ്ക്കുന്ന വഴിയിലൂടെ തന്നെ പോകണം, അങ്ങനത്തെ ഒരു ഫീല്. കുട്ടിയുടെ ആ സമയത്തെ കേപ്പബിലിറ്റി, പൊട്ടൻഷ്യൽ അതൊന്നും മനസ്സിലാക്കാതെ പെട്ടെന്ന് ചെയ്യുക, ഞാൻ ചെയ്ത കണ്ടില്ലേ, ആ ഒരു രീതിയിലുള്ള ചില കമന്റ്സ് ഒക്കെ വരും. അതാണ് എപ്പോഴും അവരുടെ സ്റ്റാൻഡ് പോയിന്റിൽ വരും. ഞാനിത് ചെയ്യാൻ ഇത്ര സമയം എടുത്തോ, നീ ഇതിന് ഇത്ര സമയം എടുക്കുന്നേ, ആ രീതിയിലുള്ള ചില കമന്റ്സ് സംടൈംസ് വരാറുണ്ട്. അപ്പോൾ അതാണ് അവരെപ്പോഴും ഈഗോ സെൻട്രിക് ആണെന്ന് പറയുന്നത്. അവരെപ്പോഴും അവരെ റെഫറൻസ് ആക്കി വെച്ചിട്ടാണ് പല കാര്യങ്ങളും. എനിക്ക് പറ്റാമെങ്കിൽ നിനക്കെന്താ പ്രശ്നം, ആ രീതിയിലുള്ള ചില കമന്റ്സ് വരും അല്ലെ. പക്ഷെ ആ കുട്ടിയുടെ കേപ്പബിലിറ്റി, അല്ലെങ്കിൽ ആ കുട്ടി എന്തിനാണോ പറ്റാത്തത് അത് ഇവര് മനസ്സിലാക്കി അവർ ചെയ്യില്ല. ഞാൻ ചെയ്തില്ലേ, നിന്റെ പ്രായത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു, നിന്റെ പ്രായത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തു, ആ രീതിയിലുള്ള ചില കമന്റ്സ് ഒക്കെ വരും. സോ അതേസമയം ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ അങ്ങനെ ആയിരിക്കരുത് കുട്ടിയോട് പെരുമാറേണ്ടത്. അവർക്ക് ആ ഒരു ഫീൽ, അവർക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റണം കുട്ടിയുടെ എല്ലാം, കുട്ടി കാണിക്കുന്ന പല കാര്യങ്ങളും കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് അവർക്ക് പറ്റണം. അപ്പൊ അതാണ് ഈ അഡൽട്ടും കുട്ടിയും തമ്മിലുള്ള ഒരു വ്യത്യാസം. അത് ഈവൻ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നതും ഒരു അഡൽട്ടാണ്. സോ സാധാരണ അഡൽട്ട് പെരുമാറുന്ന പോലെ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ പെരുമാറരുത്. അത് അവരുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. കുട്ടിയെ മനസ്സിലാക്കി കുട്ടിയുടെ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അഡൽട്ട് ഈഗോയിസ്റ്റിക് അല്ല, പക്ഷെ ഈഗോ സെൻട്രിക് ആകാറുണ്ട്. അതായത് എനിക്ക് പറ്റും, ഞാനന്ന് ഇങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, സോ നിനക്ക് എന്തുകൊണ്ട്, ആ ഒരു രീതിയിലുള്ള ഒരു സെൽഫ് സെന്റേർഡ് ആയിട്ട് എവരിത്തിങ് അയാളിലേക്ക് ഫോക്കസ് ചെയ്ത് അയാളെ ഒരു റെഫറൻസ് ആക്കി വെച്ചിട്ട് തന്നെ പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് 2 paragraphs. Dr. Montessori also felt that എന്നുള്ള രീതിയിൽ 2 അല്ല, എനിക്ക് തോന്നുന്നു ആ ഒരു പോർഷൻ തീരുന്നവരെ വായിക്കാൻ പറ്റും തോന്നുന്നു. സിമ്പിൾ കാര്യങ്ങളാ, ചെറിയ ചെറിയ പാരഗ്രാഫാ. ആ ഒരു ടോപ്പിക് കഴിയുന്നവരെ റീഡ് ചെയ്യാൻ ആരാണ്? ഞാൻ ചെയ്യാം മാം. യെസ്. ഡോക്ടർ മോണ്ടിസോറി ഓൾസോ ഫെൽറ്റ് ആയിരിക്കും അല്ലെ, ഫെൽറ്റ് എന്നാണ് ഇവിടെ തന്നേക്കുന്നത്. ഫെൽറ്റ് ദാറ്റ് adults must aim to reduce their individualistic and dictatorial attitude towards the child and adopt a passive attitude in order to aid his development. They must approach children with humility and recognize their role as a secondary one. The adult must recognize that he must take second place, endeavor all can understood the child and to support and help him the development of his life. This should be the aim of a mother and a teacher.
if the child's personality is to be helped to develop, since the child is weaker, the adult with his stronger personality must hold himself in check and taking his lead from the child. The child feel proud if can understand and follow him. To understand and follow the child, the Montessori teacher must improve the desire and ability to observe him. The teacher must bring not only the capacity but the desire to observe natural phenomena. In our system, she must become a passive, much more than active influence, and her passivity uh, shall be composed of anxious scientific curiosity and absolute for the phenomena which she wished to observe. The teacher must understand and feel her position as an observer. The activity must lie in the phenomenon. Montessori felt that Montessori teacher must study how to purify her heart. She must put on humility and above all learn how to serve. Thank you, ma'am. ഇതെല്ലാം ഡോക്ടർ മോണ്ടിസോറിയുടെ ഒബ്സർവേഷനിലേക്ക് ആണ് വരുന്നത്. കാരണം സാധാരണ അഡൾട്ട് കുട്ടിയോട് പെരുമാറുന്നത് വെച്ചിട്ട് അതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് കുട്ടിയുടെ ഫീലിങ്സും കേപ്പബിലിറ്റിയും, അതായത് കുട്ടിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ, ഈവൻ ദോ ഷീസ് ആൻ അഡൾട്ട്, ഒരു അഡൾട്ട് ആണെങ്കിൽ കൂടിയും അവര് അതിൽ നിന്നും അഡൾട്ട് ചിന്തിക്കുന്നതിൽ നിന്നും നോർമൽ ഒരു അഡൾട്ട് ചിന്തിക്കുന്നതിൽ നിന്നും മാറി എങ്ങനെ വരണം, അതാണ് അവരുടെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. ഓക്കെ, അവര് അഡൽട്ട് എപ്പോഴും ഡോമിനേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് കുട്ടികളോട് കാണിക്കും. നമ്മളിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ, ഞാൻ ചെയ്തു, നീ ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ പോയാൽ മതി, ഇവിടെ ഇരിക്കണം, ഈ ഡ്രസ്സ് ഇടണം, അങ്ങനെയൊക്കെയുള്ള ചില കമാൻഡിങ് രീതിയിലുള്ള കാര്യങ്ങൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കും. ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ആ കുട്ടിയെ ഒരു ഭരിക്കുന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് പലപ്പോഴും കാണിക്കും. ആ ഒരു രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കുക കുട്ടികളോട്. അപ്പൊ കുട്ടികൾ എന്താ, അവരൊട്ടും ആക്റ്റീവ് ആവുന്നില്ല, അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരല്ലാതാകുന്നു. വേറൊരാൾ പറയുന്നതും അനുസരിച്ച് അവര് മനസ്സോടുകൂടി അവരെ ഫോളോ ചെയ്യുന്ന രീതിയിലേക്ക് ആകുന്നു. അത് കുട്ടിയുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യില്ല. ഓക്കെ, അതേസമയം അഡൾട്ട് ഒരു പാസീവായിട്ട് നിന്ന് കുട്ടി തന്നെ ആക്റ്റീവായി കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ, അതായത് ഇപ്പൊ സാധാരണ ഗതിയിൽ അഡൾട്ടാണ് അവിടെ ആക്റ്റീവ്, അയാളാണ് ചെയ്യിക്കുന്നത്, അയാൾ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കും, അയാളുടെ ഇഷ്ടത്തിന് പോകുന്നു. അപ്പൊ കുട്ടി അങ്ങോട്ട് സൈലന്റ് ആവും, കുട്ടിയുടെ പല ഇന്നർ കേപ്പബിലിറ്റിയും പുറത്തേക്ക് വരില്ല. അതേസമയം അഡൾട്ട് ഇന്ന സൈഡില് പാസീവായി നിൽക്കുന്നു, കുട്ടിയാണ് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ എയ്ഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. കുട്ടികളോട് വളരെ ഹംബിൾ ആയിട്ട് സ്നേഹത്തോട് വേണം അവര് അപ്രോച്ച് ചെയ്യാൻ. അവരുടെ അതായത് അഡൾട്ട് എന്ന് പറയുന്നത് പ്രൈം ഫാക്ടർ അല്ല, സെക്കൻഡറി ആണ്. കുട്ടിയാണ് അവിടെ പ്രൈം ഫാക്ടർ. കുട്ടിയുടെ കാര്യങ്ങൾക്ക്, കുട്ടിയുടെ ഫീലിങ്സ്, കുട്ടിയുടെ രീതികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കുട്ടിയുടെ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ പോകും. അപ്പം അഡൾട്ട് അതാണ് ഒരു സെക്കൻഡറി അല്ലെങ്കിൽ സെക്കൻഡ് പ്ലേസ് എടുക്കണം. കുട്ടിയെ മനസ്സിലാക്കാനായിട്ടുള്ള എല്ലാ എഫേർട്ടും എൻഡുവർ ഓൾ ഹി ക്യാൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ചൈൽഡ്, അതിന് വേണ്ടുന്ന എഫേർട്ട് എടുക്കുക, സപ്പോർട്ട് ചെയ്യുക കുട്ടിയുടെ ഡെവലപ്മെന്റിന്. അവന്റെ ലൈഫിലേക്ക് അവൻ ഡെവലപ്പ് ചെയ്ത് പോവാണ്. ചെറുപ്രായം തുടങ്ങി ആ കറക്റ്റ് ഡെവലപ്മെന്റിൽ പോകുമ്പോഴാണ് അവന്റെ ലൈഫ് ആ ഒരു ഫുൾ റിസൾട്ടോട് കൂടി മുന്നോട്ട് പോകുള്ളൂ. ഇത് കുട്ടികളായിട്ട് വീട്ടിലെ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുന്നത് അമ്മയായിരിക്കും, അല്ലെങ്കിൽ കുട്ടിയുടെ കെയർ ഗിവർ ആരാണോ അവരായിരിക്കും. അതുപോലെ സ്കൂളില് ടീച്ചറായിരിക്കും. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയിരിക്കും. കുട്ടി ഇപ്പൊ വീക്കാണ്, അതായത് കുട്ടിക്ക് കാര്യങ്ങൾ പലതും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നമ്മുടെ ഇന്റർവെൻഷൻ എവിടെയാണോ വരേണ്ടത് ആ രീതിയിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അത് അമ്മയായാലും ശരി, വീട്ടിലുള്ള ആളുകളാണെങ്കിലും ശരി, സ്കൂളിലുള്ള ആളുകളാണെങ്കിലും ശരി.
ഇപ്പം കുട്ടി എന്താ പറയാ കാണുന്ന ഒരു അഡൾട്ട്, അതായത് അമ്മ അല്ലെങ്കിൽ അച്ഛൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു ഇവര് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ലവ് അവര് തമ്മിലുണ്ട്. അതേസമയം നിർബന്ധപൂർവ്വം ചെയ്യിക്കുന്ന ഇഷ്ടമില്ലാത്ത രീതിയിലുള്ളതാണെങ്കിൽ അവർ നോക്കില്ല. അതേസമയം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവര് കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ അതിനെ ഫോളോ ചെയ്യും. അങ്ങനെ നമുക്ക് കുട്ടിയെ ഡെവലപ്മെന്റിന് സഹായിക്കാം. നമ്മൾ സ്ട്രിക്റ്റ്ലി ഫോഴ്സ്ഫുള്ളി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഷോ ദം. നമ്മളുമായിട്ട് നല്ലൊരു ബോണ്ടിങ് ആണ് കുട്ടിയിലുള്ളതെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളെ ഫോളോ ചെയ്യും കുട്ടികൾ. അതുപോലെ തന്നെ കുട്ടിയെ മനസ്സിലാക്കുകയും കുട്ടിയെ ഫോളോ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. നമ്മളുടെ കാര്യങ്ങൾ കുട്ടി ഫോളോ ചെയ്യുന്ന പോലെ തന്നെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ കുട്ടിയെ ഫോളോ ചെയ്യുന്നതായിട്ട് വരും. അത് കുട്ടി ഫോളോ ചെയ്യുമ്പോൾ എന്താ, ശരിക്കും ആ കുട്ടിയെ മനസ്സിലാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നമുക്കത് ഒബ്സർവേഷൻ കുറച്ചുകൂടെ ഈസി ആകും. ആ ഒബ്സർവേഷൻ പവർ നമ്മുടെ കൂടും കുഞ്ഞിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ. ചിലപ്പോൾ മേ ബി ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ഒക്കെ എടുക്കുമ്പോൾ കുറേയൊക്കെ നമുക്ക് അവരുടെ രീതികൾ മനസ്സിലാവും. നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും പിന്നെ അങ്ങനെ ആ ഒരു കറക്റ്റ് കുട്ടിയെ മനസ്സിലാക്കിയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ കൂടുതൽ എളുപ്പമായിരിക്കും മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. പക്ഷെ ആ സമയത്ത് അവര് പാസീവ് ആയിരിക്കും. ആക്റ്റീവ് ആയിരിക്കുന്നത് കുട്ടിയായിരിക്കും. കുട്ടിയുടെ ഡെവലപ്മെന്റും കുട്ടിയുടെ ഉള്ളിലുള്ള പല ഡിസേഴ്സും നീഡ്സും മനസ്സിലാക്കാനായിട്ട് അവർക്ക് പറ്റണം. അവർ പാസീവായിട്ടിരിക്കണം. കുട്ടിക്ക് എന്താണോ നീഡ്സ് ആ ഒരു നീഡ്സ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാനായിട്ട് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് പറ്റണം. ഇൻഫ്ലുവൻസ് ചെയ്യണം. പിന്നെ പാസീവ് ആണ് എന്ന് കരുതിയിട്ട് കുട്ടിയെ മനസ്സിലാക്കാതിരിക്കരുത്. ആ ഒബ്സർവേഷൻ നല്ല രീതിയിൽ കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ഒബ്സർവേഷൻ നടത്തണം. ഒബ്സർവേഷൻ നടത്തണമെങ്കിൽ കുട്ടിയെ നല്ല രീതിയിൽ മനസ്സിലാക്കണം, ഫോളോ ചെയ്യണം. പിന്നെ ആ ഒബ്സർവർ ആണ് എന്നുള്ളൊരു ഫീല് നല്ലതുപോലെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല, അത് കോൺസെൻട്രേഷനോട് കൂടി ഒബ്സർവ് ചെയ്യണം. കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണെങ്കിൽ നോട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഹാർട്ടിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ പ്യൂരിഫൈഡ് ആയിക്കൊണ്ടിരിക്കണം. കാരണം നമ്മളുടെ ഹാർട്ട് പ്യൂരിഫൈഡ്, നല്ല എന്താ പറയാ, തെളിഞ്ഞു വരണം എന്നാ പറയാ. യാതൊരു നെഗറ്റീവ്നെസ്സും നമ്മളുടെ ഉള്ളിലുണ്ടാകരുത്. നമ്മൾ പ്യൂരിഫൈഡ് ആയിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ ഹമ്പിൾ ആവണം കുട്ടികളുടെ അടുത്ത്. അപ്പൊ മാത്രമാണ് ഹൃദയം കൂടുതൽ വിശുദ്ധിയോടുകൂടെ ആവുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആളുകളോട് ഹമ്പിളായിട്ട് പെരുമാറാൻ പറ്റുള്ളൂ. ആ ഒരു സർവീസ് ആണിത്. എങ്ങനെ സെർവ് ചെയ്യണം എന്നുള്ളതും അത് അല്ലാണ്ട് നമ്മൾ ഭയങ്കര സ്റ്റബേൺ ആയിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നു. പക്ഷെ ദാറ്റ് മീൻസ് നമ്മുടെ ഹാർട്ട് പ്യൂരിഫൈഡ് ആയിട്ടില്ല. അപ്പൊ ഹാർട്ട് പ്യൂരിഫൈഡ് ആവണം. അപ്പോഴാണ് നമ്മൾക്ക് ഹമ്പിൾ ആവാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ അവിടെ ഒരു സർവീസ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ചില സിറ്റുവേഷൻസ് പറയുവാണ്. ഓക്കെ, ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള്, കുട്ടിയുടെ പല ആക്ഷൻസ് കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഒബീഡിയൻസ് ഫോം ചെയ്യുന്നത്, പിന്നെ അവരൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ സറൗണ്ടിങ്സ്, അവരിരിക്കുന്ന സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ആ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് കുട്ടിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, അത് കോണ്ടാക്ട്, ഒബീഡിയൻസ് രണ്ട് ഏരിയയിലായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് എന്താന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് കോണ്ടാക്ട് മാത്രം ആരെങ്കിലും ഒന്ന് വായിക്കുക കേട്ടോ. പ്ലീസ് കോണ്ടാക്ട് മാത്രം ഒന്ന് വായിക്കും, എന്നിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ചിലപ്പോൾ റിലേറ്റ് ചെയ്യാനും പറ്റുമായിരിക്കും നമുക്ക് പല കാര്യങ്ങളുമായിട്ട്. യെസ് പ്ലീസ്, ആരാ വായിക്കാം? റീഡ് ചെയ്യാം. ഞാൻ ചെയ്യാം മാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചോ, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാം. Okay, ma'am. Contact. Not the state of disorder in the act of child. Is chaotic action. Chaotic എന്നാണ് മാം അത് വായിക്കുന്നത്. Chaotic action ആണ്. വൈൽഡ് ആക്ഷൻ എന്നാണ് മീനിങ്. അതായത് ഇപ്പൊ വയലന്റ് ഒക്കെ chaotic actions. Okay. Not if changes of behavior take place during the development of the experience of work,
Not whether during the establishment of ordered action there are cries of joy, interval of certainty, demonstration of affection. The part child take place in the development of these configurations. അതായത് കുട്ടികളുടെ ചില ആക്ഷൻസ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യേണ്ടതിന്റെ ചില പോയിന്റ്സ് പറഞ്ഞിരിക്കുകയാണ്. ചില സമയത്ത് ചില ഡിസോർഡേഴ്സ് നമ്മൾ കണ്ടിട്ടില്ലേ, കുഞ്ഞുങ്ങൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒരു അലറി കൂവോ വിളിക്കുകയോ അങ്ങനെ എന്തൊക്കെയൊക്കെ ചെയ്യും. അത് സന്തോഷം കൊണ്ട് അലറി കൂവോ, അങ്ങനെ ചെറിയ കുട്ടികളിലാണ് അത് കൂടുതൽ ഇങ്ങനെ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില ഡിസോർഡർ ആക്ഷൻസ് നമുക്ക് കുട്ടികളിൽ കാണാനായിട്ട് വരും. ചില സമയത്ത് അവർ കയോട്ടിക് ആക്ഷൻസ്, വയലന്റ് പോലെ ആ ഒരു രീതിയിലുള്ള ആക്ഷൻസ് കാണിക്കും. ചിലപ്പോൾ കൈയൊക്കെ ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് പല്ലൊക്കെ കടിച്ചിട്ട് അങ്ങനെയൊക്കെ ചില സമയത്ത് കാണിക്കും. ആരെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നും ആവില്ല. പിന്നെ ഇത് ഏത് സമയത്താണ് ഈ രീതിയിലുള്ള ഡിസോർഡർ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ആക്ഷൻസ് ഉള്ളത് നമ്മളൊന്ന് നോട്ട് ഡൗൺ ചെയ്യും. അത് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേറ്റസിൽ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നല്ല ഓർഡേർഡ്, നല്ല സിസ്റ്റം, ഇപ്പൊ പിങ്ക് ടവർ ചെയ്തുകൊണ്ടിരിക്കുക, കറക്റ്റ് ഓർഡറിൽ എല്ലാം പ്ലേസ് ചെയ്ത് ഒന്നും വീഴാതെ വന്നു, അല്ലെങ്കിൽ ഈ ചീട്ട് കൊണ്ട് ഇങ്ങനെ വെക്കുക, അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇവർ അറേഞ്ച് ചെയ്യില്ലേ. അപ്പൊ ഇവർ ഉദ്ദേശിക്കുന്ന ആ ഒരു അറേഞ്ച്മെന്റിലേക്ക് എത്തുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ട് ചിലപ്പോൾ കൈകൊട്ടും കൂകി വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതൊക്കെ ഏതൊരു ടൈമിലാണ്, എന്തിന്റെങ്കിലും ഡെമോൺസ്ട്രേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണോ ഇത് കാണുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇതെല്ലാം അവരുടെ ഡെവലപ്മെന്റിന്റെ ഒരു സയൻസ് ആണ്. അവർക്ക് ആ ഒരു കാരണം ഐ ഹാവ് അച്ചീവ്ഡ് ആ ഒരു ഫീല്. ഇപ്പൊ ആ ഒരു പിങ്ക് ടവർ കറക്റ്റ് ഓർഡറിൽ വെച്ചു, എന്തോ ഞാൻ ഭയങ്കര ഒരു ജയിച്ച ഒരു അച്ചീവ്മെന്റ് കിട്ടിയതുപോലെ ആയിരിക്കാം അവരുടെ ഈ എക്സ്പ്രഷനും ആക്ഷൻസും. നെക്സ്റ്റ് ഒബീഡിയൻസ്, അത് ശ്രദ്ധിക്കുക. കാരണം ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോൾ ചില കുട്ടികൾ ഡിസ്ട്രാക്റ്റഡ് ആകും, അവർ ആ സ്ഥലത്തേക്ക് ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ശബ്ദം എവിടെ നിന്ന് വന്ന് അങ്ങോട്ട് നടന്ന് പോകാൻ ചാൻസസ് ഉണ്ട്. ഓരോ കുട്ടികളിലും ഓരോ രീതിയിലാണ്. ചിലരത് ശ്രദ്ധിക്കില്ല, ചിലരത് ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കിയിട്ട് വീണ്ടും തിരിച്ച് അവരുടെ ആക്ടിവിറ്റീസിലേക്ക് വരും. ചിലർ അവിടെ നിന്ന് എണീറ്റ് അത് ഇട്ടിട്ട് അങ്ങനെ പോകും. അതൊക്കെ കുട്ടികളുടെ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗം. മറ്റൊന്ന് പറഞ്ഞാൽ പവർ ഓഫ് അറ്റൻഷൻ അത്രയും കൂടുതലാണ്, അവർ ശ്രദ്ധിക്കാത്തത്. മറ്റത് കേട്ടു പക്ഷെ വീണ്ടും തിരിച്ചു വന്നു, അവിടെയും പവർ ഓഫ് അറ്റൻഷൻ കുഴപ്പമില്ല. മറ്റു കുട്ടികൾ എന്ന് പറഞ്ഞാൽ എണീറ്റ് പോകുന്നതിന് ഡിസ്ട്രാക്റ്റഡ് ആയി. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോ പിന്നെന്താ ആരെങ്കിലും വിളിക്കുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഇവര് റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. പിന്നെ ചില സമയത്ത് നമ്മളൊരു കാര്യം ഇപ്പം ഡെമോ നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്, നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരുന്ന് അത് നമ്മൾ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. ആ ഒബീഡിയൻസ്, അത് ഒബേ ചെയ്യുന്നു, അതിലവര് സന്തോഷം കണ്ടെത്തുന്നു. ജോയിയസ്ലി ആയിരിക്കും അവരത്, സന്തോഷത്തോടു കൂടിയായിരിക്കും അതനുസരിച്ച് അത് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഈ വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പം ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഈ ഒബീഡിയൻസ് എന്ന് പറയുന്നത് പല ലെവലിൽ നമുക്ക് കാണാം. ഇപ്പൊ പിങ്ക് ടവർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇൻട്രസ്റ്റ് ആണ്, അത് നല്ല ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവര് ശ്രദ്ധിച്ച് കേൾക്കും, അവരത് അനുസരിക്കുകയും ചെയ്യും. ഇനി ചില സമയത്ത് അവർക്ക് അത്ര താല്പര്യമില്ലെങ്കിൽ അവരത് ചിലപ്പോൾ കുറച്ച് ഒന്നും അങ്ങനെ അനുസരിക്കാനുള്ള ചാൻസസ് ഇല്ല. അപ്പൊ അത് അവരുടെ ചേഞ്ച് ഓഫ് കോണ്ടാക്ട്, ആ ഒരു സ്വഭാവത്തിന്റെ ചേഞ്ച്. മറ്റേത് വർക്കിലുള്ള ഒരു ഇൻട്രസ്റ്റും ആ വർക്ക് ചെയ്യാനുള്ള താല്പര്യവും അതായിരിക്കും ഒബീഡിയൻസിന് കാരണം. ഇപ്പൊ കുട്ടികളുടെ സ്വഭാവം മാറുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാം. സ്വഭാവം മാറുന്നതും അവരുടെ ഒബീഡിയൻസ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ അത് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് എന്താ പറയുക വിസിബിൾ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാവുമ്പോൾ അവരതുമായി റിലേറ്റ് ചെയ്ത് വരുന്നതെല്ലാം എന്താ പറയാ ഒബേ ചെയ്യാനായിട്ട് നോക്കും. ഇപ്പം നമ്മള് വീട്ടിൽ തന്നെ കുട്ടികൾ ഒരുമാതിരി ബ്രൈബിങ്, കൈക്കൂലി കൊടുക്കുന്ന പോലെ പറയില്ല, നീ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിൽ പോവാം, പാർക്കിൽ പോവാന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അവർക്ക് ഇഷ്ടമാണ്, അവരുടെ എയിം എന്താ, അവർക്ക് ഇഷ്ടപ്പെട്ട ആ സാധനം ചെയ്യണം, അവിടെ പോകണം അല്ലെ. അപ്പൊ അതാണ് അവരുടെ എയിം. അപ്പൊ അവരെന്ത് ചെയ്യും, അവർ എന്താണോ ചെയ്യേണ്ടത് അതനുസരിക്കും. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വെക്കേഷൻ സമയത്ത് ഞങ്ങള് 3 ഫാമിലീസ് ഉണ്ട്, 3ലും കുട്ടികളുണ്ട് കേട്ടോ, 3 ഫാമിലിയിലും. അപ്പം എനിക്ക് 2 പേര്, വേറൊരാൾക്ക് 2 പെൺകുട്ടികള്, വേറൊരാൾക്ക് ഒരു മോള്, അങ്ങനെ 5 പേരുണ്ട്.
അപ്പൊ ഈ എല്ലാം അടുത്തടുത്ത പ്രായങ്ങളിലുള്ളത്. അപ്പൊ ഏറ്റവും ചെറിയൊരു മോളുണ്ടായിരുന്നു. പ്രീ സ്കൂൾ ആ ഒരു ഏജ് ടൈമായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ വണ്ടർലയിൽ പോയി. അവിടെ നിന്ന് ഇറങ്ങിയൊക്കെ വന്നപ്പോഴേക്കും 7 മണിയായി ഈവനിങ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അവിടെ ഇതുണ്ടായിരുന്നു, ഐസ്ക്രീം. അപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഈ കുട്ടിക്ക് ഐസ്ക്രീം വേണം. അപ്പൊ എന്താ ആരും ഈ അകത്ത് കയറി വെള്ളത്തിൽ കളിയും അതും ഇതൊക്കെ തന്നെ ഫോട്ടോസ് ഒന്നും എടുത്തില്ല. അപ്പൊ പുറത്തിറങ്ങി വണ്ടർലാൻഡ് ഒരു ആർച്ച് പോലെ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം എന്ന് വിചാരിച്ച് എല്ലാവരും ഫോട്ടോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ കുട്ടിയല്ല, അതിന് വലിയ ഫോട്ടോയുടെ വലിയ ഇമ്പോർട്ടൻ്റ്, അതിന്റെ ഫോക്കസ് ഐസ്ക്രീമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ഫോട്ടോ എടുത്തിട്ട് ഐസ്ക്രീം കഴിക്കാമോ. അങ്ങനെ ആദ്യം എല്ലാവരും ഗ്രൂപ്പായിട്ട് നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളെ മാത്രം നിർത്തി ഫോട്ടോ എടുത്തു. പിന്നെ ഓരോരോ ഫാമിലി ആയിട്ട് നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ ഫാമിലിയിലെ ഹസ്ബൻഡ് മാത്രം ഫോട്ടോ എടുത്തു, വൈഫ് മാത്രം, അങ്ങനെയൊക്കെ ഓരോന്നും. ഓരോ ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴേക്കും ഈ കുട്ടി ചോദിക്കുക നമുക്ക് ഐസ്ക്രീം കഴിക്കാം. അപ്പൊ പറയും ഫോട്ടോ എടുത്ത് കഴിയട്ടെ എന്ന് പറഞ്ഞു. ഇതിങ്ങനെ ഇത്രയും ഫോട്ടോസ് എടുത്ത് കഴിയുന്നവരെ ഇതിങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുക കേട്ടോ. എല്ലാം കഴിഞ്ഞ് നമ്മളുടെ മനസ്സിൽ നിന്ന് ഐസ്ക്രീം അങ്ങ് പോയി. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ ഇനി നമുക്ക് ഐസ്ക്രീം കഴിക്കാന്നുള്ള ആ ഒരു കമന്റ് ഞങ്ങൾക്ക് ഭയങ്കര ചിരി വന്നു. കാരണം ഒരു വാശി എടുക്കാതെ ആ ഫോട്ടോ എടുക്കുന്നത് നോക്കി ക്ഷമയോടെ ഇരുന്നിട്ട് ലാസ്റ്റ് മൊമെന്റ് ഇനി നമുക്ക് ഐസ്ക്രീം കഴിക്കാം, ഐസ്ക്രീം കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. അതായത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ആളിപ്പം 6th സ്റ്റാൻഡേർഡിലോ മറ്റായിട്ടോ, അന്ന് 3 വയസ്സ് അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിപ്പോഴും ഓർക്കും. അപ്പൊ അതാണ് അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ക്ഷമയോടെ കാത്തിരിക്കും. വലുതാകും തോറും അല്ലേ ക്ഷമയുടെ ആ ഒരു ഗ്രേഡിങ്ങില് വ്യത്യാസം വരുന്നത്. അപ്പോൾ ചെറുപ്പത്തിലേ അതെങ്ങനെ ശീലമായി വരുമ്പോഴേക്കും അതെല്ലാം അവരിൽ ബിൽഡ് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അത്രയും ക്ഷമയോടുകൂടി അവർ കാത്തിരിക്കും അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഒബീഡിയൻസ് വരുന്നത്. ഏത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് കുഞ്ഞുങ്ങളിൽ ഒബീഡിയൻസ് വരുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ അവരുടെ കോണ്ടാക്ട്, അവരുടെ ക്യാരക്ടറിൽ നിന്ന് വ്യതിചലിച്ച് മാറി അതിൽ നിന്ന് ഡീവിയേറ്റഡ് ആകുന്നത് എന്ത് ആക്ഷൻസ് വരുമ്പോഴാണ്. അത് മിക്കവാറും അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം വരുമ്പോഴായിരിക്കും ഈ കോണ്ടാക്ട് ചേഞ്ച് വരുന്നത്, ആ ഒരു സ്വഭാവത്തിലെ മാറ്റം വരുന്നത്. അപ്പൊ അതും നമുക്ക് നോട്ട് ചെയ്യാം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അവരുടെ പല ഇന്റർവെൻഷൻസും നടത്താം. ഓക്കെ, അതാണ് നെക്സ്റ്റ് മോണ്ടിസോറി ഫെസിലിറ്റേറ്ററിന്റെ റോള്. നമ്മള് ക്വാളിറ്റീസ് പറഞ്ഞു, പ്യൂരിഫൈഡ് ഹേർട്ട് ആയിരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ മാത്രമാണ് നമുക്ക് പലതും ഉൾക്കൊള്ളാനും നമുക്ക് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനും പറ്റുള്ളൂ. നമുക്ക് ഹമ്പിൾ ആകാൻ, നമ്മൾ എത്രത്തോളം ഹമ്പിൾ ആകുന്നു നമ്മുടെ ഹേർട്ട് അതിനനുസരിച്ച് ഭയങ്കര പ്യൂർ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ റോളാണ് നെക്സ്റ്റ് പറയുന്നത്. ഈ ഒരു ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. കോണ്ടാക്റ്റും ഒബീഡിയൻസും നിങ്ങളിൽ ഏതൊക്കെ ലെവലിൽ ഒബ്സർവ് ചെയ്യണം എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ സ്വഭാവം, അതുപോലെ തന്നെ അവരുടെ ഒബീഡിയൻസ്, അവരുടെ അനുസരണ, ആ ഒരു ഒബേ ചെയ്യുന്ന ലെവലൊക്കെ ഏത് കാര്യങ്ങളിലാണെന്നുള്ളത് നോട്ട് ചെയ്യാം. അപ്പൊ അതിനനുസരിച്ച് ഇവരുടെ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാം. അപ്പം പതുക്കെ ആ ഒബീഡിയൻസ് എന്നുള്ളത് ഭയങ്കര ജോയസ്ലി, സന്തോഷത്തോടുകൂടി അവർ ചെയ്യും. പിന്നെ സ്വഭാവത്തിലെ ആ ഒരു മാറ്റം അതിനനുസരിച്ച് അവരെ പല കാര്യങ്ങളും ഫോളോ ചെയ്യിക്കാൻ നമുക്ക് പറ്റും. നമ്മൾ പലതും കാണിച്ചു കൊടുത്ത് അവരത് ഫോളോ ചെയ്ത് പതുക്കെ ചെറിയൊരു അറഗൻസും ഒരു വയലന്റ് നേച്ചറൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി എടുക്കാനായിട്ട് പറ്റും. അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറുന്നതല്ല. അതിന് ചിലപ്പോ ചില കുട്ടികളില് മന്ത്സ്, അല്ലെ 1 or 2 months എടുക്കും. നമ്മൾ പറഞ്ഞു നോർമലൈസേഷൻ ഡീവിയേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഡീവിയേറ്റഡ് കുട്ടികളെ 1 മണിക്കൂർ കൊണ്ടോ 1 ദിവസം കൊണ്ടോ മാറ്റാനായിട്ട് പറ്റില്ല. ടേക്ക് ടൈം, അതിന് ടൈം എടുക്കും, ചിലപ്പോൾ മന്ത്സ് ആയിരിക്കും എടുക്കുന്നത്. നെക്സ്റ്റ് മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ റോള്. അത് ഓരോ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇൻട്രൊഡക്ഷനില്. ഇതിനെല്ലാം പുറമെ ഒരു ഒബ്സർവർ എന്നുള്ളതിനേക്കാൾ വെച്ച് അതല്ലാതെ വേറെയും പല റോളുണ്ട് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറയുമ്പോൾ. അത് ആണ് ഓരോന്നായിട്ട് പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പേജൊക്കെ മിസ്സിംഗ് കാണുന്നില്ല. ഓക്കെ, ഇപ്പൊ എന്താണ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ, എങ്ങനെയായിരിക്കണം? അപ്പൊ ഡെഫിനറ്റ്ലി ആ എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളായിരിക്കണം, അല്ലെ? കുട്ടികൾക്കൊരു എക്സാമ്പിൾ ആയിരിക്കണം, കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങളാണ്. ഫസ്റ്റ് 2 ആരെങ്കിലും ഒന്ന് വായിക്കാമോ? That is prepare.
The role of Prepared- Montessori teacher. In addition to her role as an observer, a Montessori teacher has many other roles. Point 1. Preparer and communication of the environment. The teacher serves as the preparer and communicator of the environment for the child. She is responsible for the ambience and order of the classroom, the display and conditions of materials, and the programming of the activity, challenges and changes of pace to meet the child's individual necessity. Second, exemplar. The Montessori teacher serves as the exemplar in the environment, thus encouraging the child's own development. She must strive for flexibility, warmth, and love for life. She must be physically alluring for children's attention and respect. അവിടെ വരെ മതിയോ മാം? താഴത്തെ. The teacher also must be attractive, tidy and clean, calm and dignified, for her appearance is the first step to gaining the child's confidence and respect. So care for one's own person must from part of the environment in which the child lives. The teacher herself is the most vital part of his world. The training of the spirit includes 3 elements. Okay. സോ ഒരു പ്രിപ്പയറർ ആയിരിക്കണം, അതായത് ആ എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യണം അല്ലെ. വെറുതെ ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്താൽ പോരാ. ആ എൻവയോൺമെന്റിൽ കുട്ടി ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകണം. സോ എൻവയോൺമെന്റ് എന്നുള്ളതിനേക്കാളും ഒരു ആംബിയൻസ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം. നല്ല ഓർഡറിലായിരിക്കണം. കുട്ടികൾക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് എല്ലാം കറക്റ്റ് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് നല്ല ഫൈൻ ആയിട്ടിരിക്കണം. അതൊന്നും മോശമായിട്ട് പോകരുത്. ആക്ടിവിറ്റി പ്രോഗ്രാം ചെയ്യണം. പിന്നെ ഓരോ കുട്ടിക്കും ഓരോ സ്പീഡായിരിക്കും, ഓരോ പേസ് ആയിരിക്കും. അവരുടെ റേറ്റ് ഓഫ് ടൈം ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ഓരോ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഒരു കുട്ടി 10 minutes എടുക്കുവാണെങ്കിൽ അടുത്ത കുട്ടി മേ ബി 20 minutes ആയിരിക്കും ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ. ആ ചേഞ്ചസ് അത് മനസ്സിലാക്കാനായിട്ട് പറ്റണം മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക്. സാധാരണ സ്കൂളിലെ ടീച്ചർ എന്താ ചെയ്യുന്നത്, വേഗാവട്ടെ ഇവരെല്ലാം കഴിഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്താ എത്ര സമയം എടുക്കണേ, ദാറ്റ് ടൈപ്പ് ഓഫ് കമന്റ്സ് നമ്മൾ ചെറുപ്പം തുടങ്ങി നമ്മളും കേട്ടിട്ടുണ്ടാവണം. ഓക്കെ, സോ ആ ഒരു പേസ്, ആ ഒരു ഡിഫറൻസ്, ആ ഒരു റേറ്റ് ഓഫ് ടൈം ഓരോ കുട്ടികളിലും ഡിഫറെന്റ് ആണെന്നുള്ളത് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ കുട്ടികളുടെ ഇൻഡിവിജ്വൽ നീഡ്, ഇൻഡിവിജ്വൽ നെസസിറ്റി മനസ്സിലാക്കണം. ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആ ഒരു എൻവയോൺമെന്റ് നടക്കണം. നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. കുഞ്ഞുങ്ങളുമായിട്ടുള്ളത് സിമ്പിൾ ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം. എന്തിനെയാണോ പറയേണ്ടത് അതിനെ മാത്രം, ഒരു ഒബ്ജക്റ്റിവിറ്റി ഫോക്കസ് ചെയ്ത് പോകണം. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിലും വരേണ്ട ഒരു കാര്യമാണ്. സിംപ്ലിസിറ്റി, ബ്രിവിറ്റി, ഒബ്ജക്റ്റിവിറ്റി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ that will lead to many complex situations. അല്ലെ, നമ്മൾ ആവശ്യത്തിന് മാത്രം പറയുക. ഇവൻതോ നമ്മൾ ആവശ്യത്തിന് മാത്രം വളർന്നാൽ തന്നെയും നമ്മൾ പലപ്പോഴും പെട്ടുപോകാറുണ്ട് ചില കാര്യങ്ങളിൽ. കാരണം എനിക്ക് പണിയിട്ടുണ്ട് പല ഭാഗത്തുനിന്നും. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ സ്റ്റാറ്റസ് ഉണ്ട്, നിങ്ങളോട് ഷെയർ ചെയ്തോന്ന് എനിക്കറിയില്ല. സ്റ്റാറ്റസ് ഇതായിരുന്നു. സ്റ്റാറ്റസ് ഒരു ചെറിയൊരു പിക്ചർ ഉണ്ടായിരുന്നു. പിക്ചർ ഇതാണ്, ഒരു മോള്, ചെറിയൊരു മോള്, 3-4 years ആ ഒരു രീതിയിലുള്ള ഒരു മോള്. ഇതാണ് ക്യാപ്ഷൻ പോലെ കൊടുത്തിരിക്കുന്നത്. അമ്മ വഴക്ക് പറയുമ്പോൾ ഒരു പുച്ഛഭാവം മോളുടെ മുഖത്ത്. അച്ഛൻ എന്തെങ്കിലും വഴക്ക് പറയുമ്പോഴേ സങ്കടം, കരച്ചില്, ആകെ വിഷമം. ഇത് കണ്ടപ്പോഴേക്കും എനിക്ക് എന്റെ പിടി വിട്ടുപോയി. കാരണം നമ്മളുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴാണ് അവർക്ക് ഭയങ്കര വിഷമം. അതിപ്പോ മോളായാലും മോനായാലും അവരെത്രയും പെട്ടെന്ന് സോൾവ് ചെയ്ത് ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് അടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഇത് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ജനറലൈസ് ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോ പുള്ളിക്കാരന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അവരൊരു സൈക്കോളജിസ്റ്റ് ആണ് കേട്ടോ. പുള്ളിക്കാരന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ആളുകളുണ്ടല്ലോ, ലൈക്ക് ഞാൻ ജഡ്ജ് ചെയ്യുമല്ല, അതായത് അവര് ഒരു കാര്യം ശരിയെന്ന് പറഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ടാവും, അതിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് നോക്കും. അതിനു വേണ്ടിയിട്ട് അവര് ഭയങ്കരമായിട്ട് വാഗ്വാദങ്ങളിൽ ഏർപ്പെടും. ഭയങ്കരമായിട്ട് അവര് അത് തന്നെയാണ് ശരി എന്നുള്ള രീതിയിൽ വാദിക്കും. അപ്പൊ തന്നെ എനിക്ക് കോള് വന്നു.
എനിക്ക് മനസ്സിലായി ഈ ഒരു വാദത്തിന് വേണ്ടിയിട്ട് വിളിക്കുക എന്നുള്ളത്. അപ്പൊ എനിക്ക് അന്നത്തിരി തിരക്കുണ്ടായിരുന്നു, മോളെയും കൊണ്ട് എന്തോ ആവശ്യത്തിന് പുറത്തു പോകണമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ബിസിയാണ്, ഞാൻ പുറത്തേക്ക് പോവാൻ റെഡി ആവുകയാണ്, മോളുടെ അടുത്ത് ഹോസ്റ്റലിലേക്ക് പോകണം, ഹസ്ബൻഡും മോനും ഫുഡൊക്കെ വെച്ചിട്ട് വേണം പോവാനായിട്ട്, അവർ രണ്ടുപേരും വീട്ടിലുണ്ട്. അതാണെന്ന് മെസ്സേജ് ഞാൻ കൊടുത്തു. ഞാൻ പിന്നെ വിളിക്കാൻ പോയില്ല, കാരണം വിളിച്ചാൽ നമുക്ക് പണി കിട്ടും. അപ്പൊ ഇതാണ് നമ്മള് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ആളെ നോക്കി സംസാരിക്കാന്ന്, ആളെ നോക്കി അളന്ന് സംസാരിക്കുക എന്നുള്ളത്. എല്ലാരും പറയും അനീതി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെറുക്കണം, നമ്മൾ അതിനോട് ചോദിക്കണം എന്നൊക്കെ പറയും. പക്ഷെ വെറുതെ നമ്മൾക്ക് ഡാമേജ് വരുന്ന രീതിയിൽ നമ്മൾ വെറുതെ എന്തിനാ സംസാരിക്കാൻ പോണത്? ജസ്റ്റ് ലീവ് ഇറ്റ്. നമുക്ക് നമ്മളുടേതായ ഒരു അഭിപ്രായം ഉണ്ട്, അത് നമ്മൾ പറഞ്ഞാൽ അവര് തിരുത്തപ്പെടുന്നവരാണെങ്കിലല്ലേ തിരുത്താൻ പറ്റുള്ളൂ. നമുക്ക് തോന്നുവാണെങ്കിൽ യെസ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ്, ദേ വിൽ, അവരത് ആക്സെപ്റ്റ് ചെയ്യുന്ന തോന്നുന്നിടത്ത് പറഞ്ഞാൽ പോരെ, അല്ലാത്തടത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, വെറുതെ സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊക്കെ എനിക്ക് കിട്ടിയ ഒരു ലെസൺസ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ഒരു സിംപ്ലിസിറ്റി. അപ്പൊ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആ ഒരു എൻവിയോൺമെന്റിൽ ഉണ്ടാവണം എന്ന് കരുതിയിട്ട് ചില സ്കൂളിന്റെ ക്ലാസ്സിന്റെ ഒക്കെ അടുത്തൂടെ പോകുമ്പോൾ ടീച്ചർ ഇങ്ങനെ വാദോരാതെ കിടന്ന കുട്ടികളെ സ്കോൾഡ് ചെയ്യുന്നതും ഷൗട്ട് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാം. അങ്ങനെ ഒരു കാര്യമല്ല മോണ്ടിസോറി എൻവിയോൺമെന്റിൽ വേണ്ടത്. കമ്മ്യൂണിക്കേഷൻ വേണം, ബട്ട് ഇറ്റ്സ് വെരി സിമ്പിൾ, വളരെ ബ്രീഫ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഒബ്സർവേഷൻ ആണ് അവിടെ എപ്പോഴും എൻഹാൻസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. എക്സാംപ്ലർ, അവരൊരു നല്ലൊരു എക്സാമ്പിൾ, നല്ലൊരു ഉദാഹരണം എന്നൊക്കെ നമ്മൾ ആൾക്കാരെ പറയില്ലേ, അതുപോലെ ആയിരിക്കണം. കുട്ടികളെ എൻകറേജ് ചെയ്യണം. കുട്ടിക്ക് അവരെ ഫോളോ ചെയ്യാൻ തോന്നണം. അത് ആ കുട്ടിയുടെ ഓൺ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യാനായിട്ട് പറ്റണം. ഫ്ലെക്സിബിൾ ആയിരിക്കണം. പിന്നെ വളരെ കെയർ, ലവ്, അഫെക്ഷൻ അതെല്ലാം ആയിരിക്കണം. പിന്നെ ഫിസിക്കലി അല്യൂറിങ്, ദാറ്റ് മീൻസ് ഹൈലി അട്രാക്റ്റീവ് എന്നാണ് അല്യൂറിങ്ങിന്റെ മീനിങ്. പക്ഷെ അതിന്റെ അർത്ഥം ഭയങ്കര ഓവർ മേക്കപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ പോകണം എന്നല്ല കേട്ടോ. നമ്മൾക്ക് ചേരുന്ന ഒരു മേക്കപ്പിനെ കുറിച്ചുള്ള ഒരു സെൻസ് നമുക്കുണ്ടല്ലോ. അത് ഈവൻ ഒരു അല്പം ലിപ്സ്റ്റിക് ഇട്ടെന്ന് വെച്ചു അതിലൊന്നും ഒരു തെറ്റിയില്ല, അതിന് ആരും ക്വസ്റ്റ്യൻ ചെയ്ത് വന്നാലും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ചേരുന്നതാണോ വി ക്യാൻ ഡു ദാറ്റ്. അപ്പൊ കുട്ടികളുടെ അറ്റൻഷനും റെസ്പെക്റ്റും പിടിച്ചു കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫിസിക്കൽ അപ്പിയറൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് അട്രാക്റ്റീവ് ആയിരിക്കണം. ക്ലീൻ, ടൈഡി ആൻഡ് ക്ലീൻ ഡ്രസ്സിങ്, ഷാബി ആയിട്ട് പോകരുത്, മുഷിന വേഷത്തിലൊന്നും പോകരുത്. നല്ല നീറ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യണം. എന്ന് വെച്ചാൽ വില കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സ് വാങ്ങണമെന്നല്ല, നമ്മൾക്ക് ചേരുന്ന ഡ്രസ്സ് വളരെ നീറ്റായിട്ട് യൂസ് ചെയ്യുക. ഒരു ഡിഗ്നിഫൈഡ് മാനർ, വളരെ കാമായിട്ട് നമ്മൾ നടന്നു പോകുമ്പോൾ ഈവൻ കുട്ടികളുടെ പാരന്റ്സും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അത് കുട്ടികളിൽ വളരെ കോൺഫിഡൻസും ഒരു റെസ്പെക്റ്റും ഉണ്ടാക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാനൊരു മോണ്ടിസോറി സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു മോൻ എന്നോട് സാരി എടുത്ത് വരണമെന്ന് പറഞ്ഞിരുന്നു. ഒരു മോണ്ടിസോറി സ്കൂളില് ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയതാണ്. പിന്നെ സാർ എന്നോട് അവിടെ വർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു. ഞാൻ ഹോളിഡേ ബാച്ച് ആയത് കാരണം എനിക്ക് സൺഡേയും ഹോളിഡേയ്സും മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ, ഫുൾ ഡേ. അങ്ങനെ റെഗുലർ ബാച്ച് അല്ലായിരുന്നു. അപ്പൊ എനിക്ക് മൺഡേ ടു ഫ്രൈഡേ ഞാൻ ഫ്രീ ആണല്ലോ, ഞാൻ അങ്ങനെ അവിടെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഈ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്, അവിടെ നിന്നൊരു കുട്ടി വരുന്നുണ്ട്, ഇത് മോനുണ്ടോ. അവനും ചേച്ചിയും തമ്മിലുള്ള ഏജ് ഡിഫറൻസ്, അതായത് അവനൊരു 4 വയസ്സുള്ളപ്പോ ചേച്ചി ഹൈസ്കൂളിലോ +2 എന്തോ പഠിക്കുക, അത്രയും ഡിഫറൻസ് ഉണ്ട് അവര് തമ്മിൽ. അവന്റെ വീട്ടിൽ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട്, അവന്റെ അച്ഛനുണ്ട്, അച്ഛന് ബിസിനസ് ആണ്, അവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പോ അങ്ങനെ എന്തോ. അമ്മ പക്ഷെ നേഴ്സാണ്, ഇറ്റലിയില, അമ്മ അവിടെ ഇല്ല. അപ്പം ഞാൻ ചെന്നൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോ ഭയങ്കര ചിരിയാട്ടോ, ആളിങ്ങനെ നോക്കി ആദ്യം ചിരിയൊക്കെ ഉള്ളൂ, സംസാരമൊക്കെ കുറവാ. ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അപ്പൊ ഞാൻ ചുരിദാർ ഇട്ടിട്ടാ പോന്നു, മിസ് നാളെ ബ്ലൂ സാരി ഉടുത്തിട്ട് വരുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്തിനാന്ന് ഒന്നും ചോദിച്ചില്ല, കുഞ്ഞല്ലേ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ മോണ്ടിസോറി മെത്തേഡുള്ളതാണ്, നമ്മൾ അവരോട് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. ഞാൻ ചിരിച്ചിട്ട് അതിനെന്താ ഉടുത്തിട്ട് വരാലോ എന്ന്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ബ്ലൂ സാരി ഉടുത്തിട്ട് ചെല്ലുവാണ് അങ്ങോട്ട്. അപ്പൊ ഇവൻ വന്നിട്ട് എന്നെ വന്ന് ഹഗ് ചെയ്തു, എന്നെ കണ്ടതേ. നമ്മളാണ് ആദ്യം എത്തുന്നത്, ആ കുട്ടി പിന്നെയാണ് വരുന്നത്, ഓപ്പോസിറ്റ് വീട്ടിലല്ലേ. അപ്പൊ വന്ന് ഹഗ് ചെയ്തുകൊണ്ട് എന്നോട് പറഞ്ഞെന്തെന്നറിയോ, എന്റെ മമ്മിക്കും ബ്ലൂ സാരി ഉണ്ടെന്ന്. അപ്പൊ അവൻ അത്രയും അമ്മയെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിൽ അത് കാണും, അതാണ് കുട്ടികൾ പലപ്പോഴും. എന്റെ മമ്മിക്കും ബ്ലൂ സാരി ഉണ്ടെന്ന് അവനോട് പറഞ്ഞത്. എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ നമുക്കൊരു ഫീല് വരുമല്ലോ, ആ ഒരു രീതിയിൽ ഭയങ്കര സന്തോഷമായിരുന്നു ആ കുട്ടിക്ക്. അവനന്ന് കുറേ വർത്താനം പറഞ്ഞു, കുറേ ചിരിച്ചു ഒക്കെ ചെയ്തു. അതാണ്. അപ്പൊ നമ്മള്
കുട്ടികൾക്കൊരു അട്രാക്റ്റീവ് ആയിട്ട്, അത് ഭയങ്കര മേക്കപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടെന്നല്ല, ആ ഒരു രീതിയിൽ പോകണമെന്ന് പറയുന്നത്. ഞാൻ PG ക്ലാസ്സിലാണോ ഇതുപോലെ ക്ലാസ്സിലാണോ പറയുന്നറിയില്ല. ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് പോളിടെക്നിക്കിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പോളിടെക്നിക്ക് ഇരാറ്റുപേട്ട അവിടെ അടുത്തുള്ള തീക്കോയി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പൊ അവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ആണ് മാം, എന്റെ വീട് അതിനടുത്ത് തീക്കോയി തലനാടാണ് എന്റെ വീട്. ആണോ? ഞാൻ ഈ തീക്കോയില് ഞാൻ വർക്ക് ചെയ്യുന്നത് 2003 2004 ആ ഒരു അക്കാദമിക് ഇയറിൽ. പക്ഷെ ഒരു മാസേ ഉണ്ടായുള്ളൂ. കാരണം ആ പോളിടെക്നിക്കിന് അഫിലിയേഷൻ ഇല്ലായിരുന്നു, IHRയുടെ കീഴിലുള്ളായിരുന്നു. എന്നിട്ട് ആ പോളിടെക്നിക്കിലെ കുട്ടികളെ സ്റ്റാഫിനെ അങ്ങനെ തന്നെ മറ്റക്കരയ്ക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ അപ്പൊ തന്നെ ഞങ്ങൾ മറ്റക്കരയ്ക്ക് പോയി. അപ്പൊ ഒരു മാസം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ സിസ്റ്റേഴ്സിന്റെ ഒരു കോൺവെന്റ്, ആ പള്ളി ഉണ്ടല്ലോ, അരുവിത്ര പള്ളിയുടെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ ഞാൻ ഈ തീക്കോയി പോളിടെക്നിക്കില് വീക്കെൻഡിൽ വീട്ടിൽ വരും, മൺഡേ മോർണിംഗ് പോവുകയാണ്. പാലാ ബസ്സിൽ കയറിയിട്ട് അവിടെ നിന്നാണ് ഞാൻ അങ്ങോട്ട് ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ ബസ്സിൽ കയറിയപ്പോ എന്റെ കൂടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഒരു കുട്ടിയെ ഞാൻ ബസ്സിൽ വെച്ച് കണ്ടു. അത് എഞ്ചിനീയറിംഗ് കോളേജിലും ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വരുന്നത്, കാണാനൊക്കെ നല്ല രസമാണ്. അപ്പൊ ഈ കുട്ടി പാലയിലെ സെന്റ് ജോസഫ് ചൂണ്ടശ്ശേരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ടല്ലോ, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇച്ചിരി പോഷ് എഞ്ചിനീയറിംഗ് കോളേജാണ്. നല്ല കട്ടിക്ക് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടോ, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, സാരിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ ഇങ്ങനെ സംസാരിച്ച് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് എന്നോട് പറയുകയാണ്, ഈ ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര ഇതുപോലെ ഭയങ്കര മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരുങ്ങിയാണ് വരുന്നത്. ഇവര് കയ്യില് റോസ് പൗഡർ കരുതുന്നു. എന്നിട്ട് ഇതൊക്കെ ഇത് ബ്രേക്കിന്റെ ടൈം ആവുമ്പോ ഫേസിൽ വിടും. പിന്നെ ഈ സാരി ഉടുക്കുമ്പോൾ വയറിന്റെ കുറച്ച് ഭാഗം കാണുമല്ലോ, അവിടെയൊക്കെ ഇവര് പൗഡർ ചെയ്യുന്നത്. കാരണം വെച്ചാൽ അവർ അത്രയും, കാരണം ആ ഒരു ഏജിലെ പിള്ളേരെന്ന് പറയുമ്പോൾ എല്ലാം നോക്കുന്ന പിള്ളേരാണല്ലോ. അവരെ സംബന്ധിച്ച് അവര് കാണുന്ന ഒരു സ്ത്രീ രൂപം എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ അവരെ കെയർ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ അങ്ങനെയല്ല, കുഞ്ഞു കുട്ടികളല്ലേ വരുന്നത്, നമ്മൾ അട്രാക്റ്റീവ് ആയിരിക്കണം അവരുടെ അടുത്ത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യുക അങ്ങനെ ഇടുന്നത്, നല്ല നീറ്റ് ക്ലീൻ, അവർക്ക് വൈബ്രന്റ് കളേഴ്സിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും. അപ്പൊ അങ്ങനെ ഇച്ചിരി കളർഫുൾ ആയിട്ടൊക്കെ പോകാനായിട്ട് അതായിരിക്കണം നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ശരിക്കും ആ ഒരു എൻവിയോൺമെന്റിന്റെ പാർട്ടാണ് ഇവര് രണ്ടുപേരും, അല്ലെ, കുട്ടികളും ഈ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററും ആ ഒരു എൻവിയോൺമെന്റിന്റെ പാർട്ടാണ്. നമ്മൾ എടുക്കുന്ന ഓരോ കാര്യങ്ങളും, നമ്മളുടെ ഓരോ ചേഞ്ചസും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ കുട്ടികളുടെ കോൺഫിഡൻസും നമ്മളോടുള്ള റെസ്പെക്റ്റും ആ ഇഷ്ടവും കൂടും. അപ്പൊ നമ്മളെ അവർ പെട്ടെന്ന് ഫോളോ ചെയ്യും. അവരുടെ ഒബീഡിയൻസ്, ഡിസിപ്ലിൻ ഒക്കെ പെട്ടെന്ന് ഡെവലപ്പ് ആകും. അതാണ് ഒരു വ്യത്യാസം വരുന്നത്. പലപ്പോഴും ടീച്ചിങ് പ്രാക്ടീസിന് പോയ ട്രെയിനീസ് എല്ലാം ഷെയർ ചെയ്തൊരു എക്സ്പീരിയൻസ് ഇതായിരുന്നു. അവരവിടെ ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് ചില കുട്ടികളെ പറയും, ഓ അതിനെ നോക്കിയിട്ട് കാര്യമില്ല, ഒന്നും എഴുതില്ല, ഒന്നും വായിക്കില്ല, ഒന്നും പഠിക്കില്ല, അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മുടെ ട്രെയിനീസ് പലരും നല്ല രീതിയിൽ അതിനകത്ത് ഇൻവോൾവ് ആയിട്ട് അവര് പോകുന്നവരെ, അവിടുന്ന് ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നവരെയും ഈ കുട്ടികളിൽ നല്ല മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുത്തെ സ്റ്റാഫ് തന്നെ ചോദിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ ഇവൻ ചെയ്യുമായിരുന്നു അല്ലെ, അങ്ങനെയൊക്കെ. എഴുതാത്ത കുട്ടികളെ എഴുതിച്ചിട്ടുണ്ട്, സംസാരിപ്പിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ. ആ രീതിയിൽ നല്ല രീതിയിൽ ഒരു എന്താ പറയാ, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി എടുക്കാനായിട്ട് നമ്മുടെ എല്ലാവർക്കും തന്നെ പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഷെയർ ചെയ്തത്. ഇന്നലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാമും അതും പ്രത്യേകം പറയണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് നമ്മൾക്ക് വരുന്നത്, നമുക്കിവിടെ സ്പിരിറ്റിന്റെ ഡെവലപ്മെന്റ്, നമ്മുടെ മൈൻഡ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹാർട്ട് പ്യൂരിഫൈഡ് ആവുന്നു. 3 എലമെന്റ്സ് വരുന്നുണ്ട്. അത് നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം, ആ 3 എലമെന്റ്സ്. കാരണം അത് എടുക്കുവാണെങ്കിൽ അങ്ങ് മുഴുവനെ ഒരുമിച്ച് എടുത്തു പോകണം. ഓക്കെ, മോസ്റ്റ് നമുക്കിത് കഴിയാറായി. എന്നോട് ചോദിച്ചു നിങ്ങളുടെ ക്ലാസ് എന്ന് കഴിയുന്ന. ഒരു 4 ക്ലാസ്സസും കൂടെ കിട്ടുവാണെങ്കിൽ, ഒരു 3 ക്ലാസ്സസും കൂടെ കഴിഞ്ഞാൽ നമുക്ക് കഴിയും തോന്നുന്നു. യൂണിറ്റ് 10 കൂടെ ഞാനാണ് എടുക്കുന്നത്, മോണ്ടിസോറി ടേംസ് എന്ന് പറയുന്ന യൂണിറ്റ്. പിന്നെ അപ്പൊ അത് നമ്മളും എന്താ പറയാ, ഇങ്ങനെ പ്യൂരിഫൈഡ് ആയി നമ്മൾ തെളിഞ്ഞ് വരണം. അപ്പോഴാണ് നമുക്ക് കുട്ടികൾക്ക് നമ്മളുടെ ആ ഒരു റിഫ്ലക്ഷൻ കുട്ടികളിലേക്ക് വരും. അവര് നമ്മളെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, സോ എന്തെങ്കിലും ഉണ്ടോ, സൈനോട്ടോ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് മൈൻഡ് ചെയ്യാം. മിസ്സേ, പിങ്കിയുടെ ഡെലിവറി കഴിഞ്ഞു, മിസ് അറിഞ്ഞായിരുന്നോ? ആണോ? കഴിഞ്ഞ ദിവസമല്ലേ ചോദിച്ചത്? ബേബി, ഇന്നലെ ഒക്കെ മിസ്സിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ക്ലാസ്സിൽ കയറി, ബേബി ബോയ്.
ആ ഓക്കെ, വെരി ഗുഡ്. ക്ലാസ് കഴിഞ്ഞു. ഞങ്ങൾ അതുകൊണ്ട് എല്ലാരും ഭയങ്കര ഹാപ്പിയാ. ഞങ്ങളുടെ ഫാമിലിയിലല്ലേ ഒരു പുതിയ മെമ്പർ വന്നേ. കേട്ടോ. ആ അത് കൊള്ളാലോ. പിന്നെ ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. എന്തായാലും ഈയുടെ കൺസേൺ എന്തായിരുന്നു അല്ലെ, നമുക്ക് ഇതിനൊക്കെ വരാൻ പറ്റുമോ? ഇന്നലെ ക്ലാസ് കഴിഞ്ഞപ്പോഴേ അവൾക്ക് പെയിന് തുടങ്ങിയെന്നാ പറഞ്ഞ. ഓ അത് ശരി. നോർമൽ ആയിരുന്നോ സിസേറിയൻ ആയിരുന്നു? നോർമൽ. രണ്ടും കുഴപ്പമൊന്നുമില്ല. പിന്നെ പണ്ട് തുടങ്ങിയ നമ്മളൊരു സ്റ്റിഗ്മ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നോർമൽ ആയാൽ സുഖമായിരിക്കും ജീവിതകാലം മുഴുവൻ, സിസേറിയൻ ആയാൽ അങ്ങനെ വരും ഇങ്ങനെ വരും. അങ്ങനെയൊന്നുമില്ല. ആ ഒരു ടൈമിൽ നമ്മൾ ബോഡിക്ക് ഒരു കെയർ കൊടുക്കേണ്ടതുണ്ട്. അത് പ്രോപ്പറായിട്ടൊന്ന് കൊടുത്ത് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്ത് ഹാപ്പി ആയിട്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. കാരണം നോർമൽ ഡെലിവറിക്കും അതിൻ്റെതായ പെയിനുണ്ട്, സിസേറിയനും അതിൻ്റെതായ പെയിനുണ്ട്. രണ്ടിനും പെയിനുണ്ട്. പക്ഷെ എന്ന് കരുതിയിട്ട് ഒന്ന് ആരോഗ്യത്തെ ബാധിക്കും മറ്റത് ആരോഗ്യത്തെ ബാധിക്കുന്നില്ല എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. നമ്മൾക്ക് ആ സമയത്ത് കിട്ടുന്ന പേഴ്സണൽ കെയറും മെന്റൽ സപ്പോർട്ടും ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും. കാരണം മദർഹുഡ് ആണ്. അപ്പോ മദർഹുഡ് ഏറ്റവും പീക്ക് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് നമ്മളതെങ്ങനെ മാനേജ് ചെയ്യുന്നു, നമ്മളുടെ ചില ഓൺ നീഡ്സ് ഉണ്ടാകും. പലപ്പോഴും ഈ ഒരു റോളിലേക്ക് വരുമ്പോൾ ഈ ഓൺ നീഡ്സ് പലതും അങ്ങ് എന്താ പറയാ കുഴിച്ചിടേണ്ടതായിട്ട് വരും. പക്ഷെ അങ്ങനെ പറ്റാതെ നമ്മുടെ ഓൺ നീഡ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കുട്ടിയെ നല്ല രീതിയിൽ വളർത്താൻ പറ്റുന്നത് തന്നെയാണ് പ്രോപ്പർ മദർഹുഡിൽ വരുന്നത്. മദർഹുഡ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ അമ്മമാര് വളർത്തുക എന്നുള്ളത് മാത്രമല്ല മദർഹുഡ്. നമ്മളുടെ ഇൻട്രസ്റ്റ്, നമ്മളുടെ ഇഷ്ടങ്ങള്, നമ്മുടെ നീഡ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ കുട്ടിയെ വളർത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ma'am. ഓക്കെ, ബൈ. Thank you, ma'am.